ഇന്നത്തെ നമ്മുടെ വീഡിയോ റമദാന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഷോപ്പിങ്ങും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനും മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി 2 ഫ്രൂട്ട്സിന്റെ റെസിപ്പീസും ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഭാഗം എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പകുതി ഭാഗം വെച്ചിട്ട് നമുക്ക് പൈനാപ്പിളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പൈനാപ്പിൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വലുപ്പത്തിനനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. സാധാരണ നമ്മൾ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു വലുപ്പത്തിൽ, കാരണം നമുക്ക് ഫോർക്കൊക്കെ വെച്ചിട്ട് കുത്തി തിന്നാനൊക്കെ ഈ ഒരു വലിപ്പാണ് കേട്ടോ പാകം. അപ്പോൾ നമുക്ക് പാർട്ടികൾക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലി, അതായത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഇട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള ആ ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചില്ലി ഫ്ലേക്സ് കൂടുതൽ ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് അങ്ങനെ എരിവൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പാകത്തിന് ആക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാകത്തിലുള്ള ആ ഒരു എരിവിൽ കൊടുക്കുക. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പൈനാപ്പിളിന് കുറച്ചും കൂടി ഒരു മധുരം ഉള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ചെത്തിയെടുത്ത സമയത്ത് അധികം മധുരമില്ലാത്തൊരു പൈനാപ്പിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരം തോന്നുന്നുണ്ട് നമ്മൾ ഒരു നുള്ളു ഉപ്പൊന്ന് വെതറി കൊടുത്തത് കാരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചില്ലി പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും പൈനാപ്പിളൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിന് നമുക്ക് ക്ലീൻ റാപ്പ് ചുറ്റിയിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഒരു സ്പൈസി ആയിട്ടുള്ള ഐറ്റം റെഡിയായി. ഇനിയിപ്പോൾ നമ്മളൊരു സ്വീറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് സ്ട്രോബെറി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന ഫ്രൂട്ട്സ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത് അതൊക്കെ എടുക്കാം. പൈനാപ്പിൾ അല്ലാത്തത് കേട്ടോ. പൈനാപ്പിൾ ഇതിലേക്ക് ചേർക്കാൻ പറ്റില്ല, കാരണം പൈനാപ്പിൾ ചേർത്താൽ കയ്പ്പ് രസം വരും. പൈനാപ്പിൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേർക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ നമ്മൾ നേന്ത്രപ്പഴം എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ സീസണലായിട്ട് കിട്ടുന്ന കുറേ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. സ്ട്രോബെറി ഇപ്പോൾ സീസണലായിട്ട് ധാരാളം വരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ മുന്തിരി, ഈ ഒരു മുന്തിരിയൊക്കെ ഇപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മുന്തിരി ആണ് കൂടുതലായിട്ട് എടുക്കുന്നത്. പിന്നെ ഈ ഒരു ഫ്രൂട്ട്സ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇത്രയും ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഡേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡേറ്റ്സും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഞാനിവിടെ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ഒരുപാട് വേണ്ട കേട്ടോ, ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാനുള്ള ഫ്രഷ് ക്രീം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും 1-2 ടീസ്പൂണൊക്കെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പഴമൊക്കെ ചേർത്ത് കൊടുത്തത് കാരണം അത്യാവശ്യം ഇതൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീമിനൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഫ്രൂട്ട് സലാഡൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പൊന്നും കത്തിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഫ്രൂട്ട് സലാഡാണ്. മറ്റേ നമുക്ക് കസ്റ്റാർഡൊക്കെ തയ്യാറാക്കി എടുക്കേണ്ട ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐസ്ക്രീം വേണം. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ രണ്ടും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ സ്ട്രോബെറി ഞാൻ ഇതുപോലെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഏത് വിധത്തിലാണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ട്രോബെറി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും പിസ്താഷ്യം കൂടെ ചോപ്പ് ചെയ്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഫ്രൂട്ട് സലാഡ് റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു ലാസ്റ്റ് പരീക്ഷണം എന്ന പോലെ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കോഴിക്കോട് പാളയത്താണ്. പാളയത്ത് മിഠായി തെരുവിൻ്റെ ഒക്കെ ആ ഒരു തുടങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ നടന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ, മൊഹീദ്ദീൻ പള്ളി. ആ ഒരു പള്ളീൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു മരുന്ന് വാങ്ങാൻ വന്നതാണ്. മരുന്നല്ല കേട്ടോ, എണ്ണയാണ്, തലയിൽ തേക്കുന്ന ഒരു എണ്ണയാണ്.
അപ്പോൾ ഒരുപാട് നാളത്തിൻ്റെ ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ. ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. എത്ര മരുന്ന് കഴിച്ചാലും മാറാത്ത 10-18 വർഷമായിട്ടുള്ള ഒരു മൈഗ്രെയിനാണ്. ഇനിയിപ്പോൾ പരീക്ഷിക്കാൻ ബാക്കിയൊന്നുമില്ല. ഹോമിയോയും ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും എല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ ഇങ്ങനെ ഒരു എണ്ണയെ കുറിച്ചിട്ട് അറിയുന്നത്. മൈഗ്രെയിൻ താൽക്കാലികമായിട്ടല്ല, പൂർണ്ണമായിട്ടില്ല. അരമണിക്കൂർ മുമ്പ് തലയോട്ടിൽ ഫുള്ളും തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുടിക്കാം. രാവിലെ ഉപയോഗിക്കണം. രാവിലെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഉപയോഗിക്കാം. ഉച്ചയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ല വീര്യമുള്ള എണ്ണയാണ്. മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് മാറുമെന്ന് തന്നെയാണ് കേട്ടോ ഇവർ പറയുന്നത്. അപ്പം ഇത് തിരുവനന്തപുരത്ത് ശ്രീമുരുക ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആയുർവേദ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്ന എണ്ണയാണ്. പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ മൈഗ്രെയിന് മാത്രമുള്ള എണ്ണയല്ല കേട്ടോ, വേദനക്കുള്ളതും അതുപോലെ മുടി കൊഴിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കും പിന്നെ രാസനാദി ചൂർണം, സ്പെഷ്യലായിട്ടുള്ള അവരുടെ രാസനാദി ചൂർണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ വിൽക്കുന്നത് ഇവർ എല്ലാ ഞായറാഴ്ചയും കോഴിക്കോട് പാളയത്ത് നമ്മുടെ മിഠായി തെരുവിൻ്റെ ഒക്കെ ആ ഒരു ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു ടെന്റിൽ കെട്ടിയിട്ട് എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഇത് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മളിത് വാങ്ങിക്കാനായിട്ട് വന്നത്. അപ്പോൾ ലാസ്റ്റ് പരീക്ഷണം എന്ന പോലെ ഞാനും ഇതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ പറ്റൂല, കാരണം അത് ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യണം, അപ്പോഴേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഞാൻ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ അറിയിക്കാം കേട്ടോ. എന്തായാലും മാറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഓയിൽ തന്നെയാണിത്. അപ്പോൾ റിസൾട്ട് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ഇനി ഏതായാലും കോഴിക്കോട് വന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് നല്ല ഉച്ച സമയവും ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെസ്റ്റുകൾ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഹൈലൈറ്റ് മാളിലുള്ള നെസ്റ്റോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് അടിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്. ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ പിന്നെ എപ്പോഴും കണ്ണിതിലേക്ക് തന്നെ ആയിരിക്കൂലേ. എല്ലാ പെണ്ണുങ്ങളുടെ സ്ഥിതി ഏതാണ്. പാത്രങ്ങൾ എത്ര നമ്മുടെ വീട്ടിലുണ്ടെങ്കിലും കാണുമ്പോൾ ഒരു രസമാണ്, കണ്ടിങ്ങനെ നോക്കി നിൽക്കാൻ ഭയങ്കര രസമാണ് പല കളറിലുള്ള പാത്രങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് വാഷ് ബേസിൻ്റെ അവിടെ വെക്കാനുള്ള കൈയെടുക്കാനുള്ള ടർക്കി, അത് ചെറിയ സൈസിലുള്ള ടർക്കി വാങ്ങിക്കണം. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 2-3 കാരണം നമുക്കിങ്ങനെ മാറ്റി വെക്കണ്ടേ. അതുപോലെ പിന്നെ ഓഫറുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത്. നമ്മുടെ വാഷിംഗ് ലിക്വിഡിനൊക്കെ നല്ല ഓഫറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ റമദാൻ ആയതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള ഈന്തപ്പഴം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഡിസ്പ്ലേക്ക്. അപ്പോൾ ഇതിനും ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ അതും വാങ്ങിച്ചു. അങ്ങനെ ഓഫറുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് കുറച്ച് കൂടുതലായിട്ട് സോപ്പ്, അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. പിന്നെ ഷവായ്ക്കൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചു, കാരണം നമുക്ക് ഡിന്നറിന് പുറത്തുനിന്ന് എന്തായാലും വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പാർസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചെറുതായിട്ടുള്ളൊരു റംദാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് പോകാനും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.